ഹലോ എവരിവൺ, ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വല്പം ടെക് ന്യൂസുമായിട്ടാണ്. സാധാരണയായിട്ട് ഞാൻ ടെക്നോളജി ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് നിങ്ങൾക്ക് മുന്നിൽ ഒരു ടെക് ന്യൂസുമായിട്ട് പ്രസന്റ് ചെയ്ത് വന്നാലോ. മലയാളത്തിൽ തന്നെ നമുക്കറിയാം കാൾമി ഷസാം എന്ന് പറയുന്ന യൂട്യൂബർ ഉണ്ട്. ഇനി ഹിന്ദിയിലാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ഗുരുജി, ട്രെക്കിൻ ടെക്, എല്ലാവരും ഈ ടെക് ന്യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടേത് എന്തിന് പ്രസക്തി എന്നുള്ളത് എനിക്കറിയാം. എന്നിരുന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ജസ്റ്റ് ഒരു ട്രയൽ വീഡിയോ ആയിരിക്കും എന്നറിയിച്ചുകൊണ്ട് ദിസ് ഇസ് അമൽ ഹിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഫസ്റ്റ് ന്യൂസ് ഇസ് കമ്മിങ് ഫ്രം ആപ്പിൾ കഴിഞ്ഞ ദിവസം നടന്ന ഇവന്റിൽ അവരുടെ പുതിയ ഐഫോൺ വേരിയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ എയർപോഡ്സ് 3 പ്രോയും വാച്ച് 11ഉം വാച്ച് SE 3യും അൾട്രാ 3യും എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട്. ഐഫോൺ 17 സീരീസിൽ വരുന്നത് 4 സ്മാർട്ട് ഫോണുകളാണ്. ഐഫോൺ 17, 17 എയർ, 17 പ്രോ, 17 പ്രോ മാക്സ് എന്ന 4 വേരിയൻസ് ആണ് വരുന്നത്. പ്രൈസ് വരുന്നത് 17-ന് 82,900 രൂപയും, 17 എയറിന് 1,19,900 രൂപയും, പ്രോയ്ക്ക് 1,34,900 രൂപയും, പ്രോ മാക്സിന് 1,49,900 രൂപയാണ് പ്രൈസിങ് വരുന്നത്. ഇത്തവണ ബേസ് വേരിയൻ്റ് ആയിട്ട് 256GB തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത്തവണ 17+ എന്ന് പറയുന്ന വേരിയൻ്റ് അവർ ഒഴിവാക്കിയിട്ടാണ് എയർ എന്ന് പറയുന്ന മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്തവണത്തെ സീരീസിൽ ആകെ ടൈറ്റാനിയം ഫ്രെയിം യൂസ് ചെയ്തിട്ടുള്ളത് 17 എയറിൽ മാത്രമാണ്. ഈ എയർ ഏറ്റവും തിന്നസ്റ്റ് ഐഫോൺ എന്നാണ് പറയുന്നത്. അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ജെറിയറിങ് എവറിത്തിങ് എന്ന യൂട്യൂബർ ശ്രമിച്ചിരുന്നു. ഏകദേശം 217 LBS ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത്, അതും സെൻട്രലായിട്ട് അപ്ലൈ ചെയ്ത സമയത്താണ് ഫോൺ പൊട്ടുന്നതായിട്ട് കണ്ടത്. അപ്പോൾ 217 LBS എന്ന് പറയുന്നത് ഏകദേശം കൺവേർഷൻ ഫാക്ടർ 2.205, അതിനെ 2.2 ആക്കി എടുത്തു കഴിഞ്ഞാൽ 217/2.2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 98 കിട്ടും. അത്രയും കിലോഗ്രാം അപ്ലൈ ചെയ്ത സമയത്ത് മാത്രമാണ് ഫോൺ പൊട്ടുന്നതായിട്ട് കണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഐഫോൺ 17 എയർ എന്ന് പറയുന്നത് വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയായിരിക്കും എന്നുള്ളത്. പിന്നെ ബാക്കിയുള്ള മൊബൈലുകളുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റാനിയത്തിൽ നിന്ന് മാറിയിട്ട് അവർ വീണ്ടും പഴയ സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ട്വിറ്ററിലൊക്കെ ഒരുപാട് പേരുടെ കംപ്ലൈൻറ്റുകൾ കാണാൻ സാധിച്ചു. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടൈറ്റാനിയത്തെ പോലെ തീരെ ഡ്യൂറബിൾ അല്ല, വളരെ ചീപ്പ് ക്വാളിറ്റി മെറ്റീരിയലിലാണ് ഈ ഫോണുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, പെയിന്റ് ഫെയ്ഡ് ആവുന്നുണ്ട്, പൊട്ടിപ്പോകുന്നുണ്ട് എന്ന് പറയുന്ന പല ഇഷ്യൂസും ട്വിറ്ററിൽ കറങ്ങി നടക്കുന്നതായിട്ട് കാണാം. നല്ല ഒരു ഡിസൈൻ ചേഞ്ചും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നി. വലിയ ഒരു അപ്ഗ്രേഡ് വന്നിട്ടുള്ളത് ക്യാമറയുടെ കാര്യത്തിലാണ്. സെൽഫി ക്യാമറ ഇത്തവണ സ്ക്വയറിലുള്ള 24 മെഗാപിക്സൽ ക്യാമറയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫോൺ തിരിക്കാതെ തന്നെ ലാൻഡ്സ്കേപ്പിലും പോർട്രേറ്റിലും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പലരുടെയും റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ന്യൂസും വരുന്നത് ആപ്പിളിൽ നിന്ന് തന്നെയാണ്. ആപ്പിൾ അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന 18 സീരീസിൽ, 18 എന്നായിരിക്കില്ല ചിലപ്പോൾ പേര് വരിക, ചിലപ്പോൾ അതിൻ്റെ പേര് 27 ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. അതിലും അതോടൊപ്പം വരാൻ പോകുന്ന ആപ്പിൾ വിഷൻ പ്രോയിലും ഉപയോഗിക്കാൻ പോകുന്ന ചിപ്സെറ്റുകൾ TSMCയിൽ നിന്നുള്ള 2 നാനോമീറ്റർ പ്രോസസ്സിലായിരിക്കും വരിക. സാംസങ്ങിന്റെ S25 FE എന്ന് പറയുന്ന വേരിയന്റുകൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. 59,999 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പക്ഷേ വളരെ നഷ്ടമായിട്ടുള്ളൊരു ഓഫർ ആയിരിക്കും അത് എന്ന് പറയുന്നത്. കാരണം S24ന്റെ സ്നാപ്ഡ്രാഗൺ വേരിയന്റുകൾ ഈ വരുന്ന ബിഗ് ബില്യൺ ഡേയ്സിനും അതുപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിനും അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കുന്നതായിരിക്കും FEയേക്കാൾ നന്നായിരിക്കുക എന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഈ വരുന്ന 23-ാം തീയതി തൊട്ട് ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സും വരുന്നുണ്ട്. വളരെ കൂടുതലും കാർഡ് ഓഫറുകളാണുള്ളത്. അപ്പോൾ പക്ഷേ എന്നാലും കാർഡൊക്കെ ഉള്ളവർക്കും അല്ല ഇനിയിപ്പം ചങ്ങാതിമാർക്കൊക്കെ കാർഡുള്ളവർക്കൊക്കെ ഓഫറുകളിൽ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള വലിയ ഒരു അവസരം ഒരുങ്ങുന്നുണ്ട്. വേണ്ടവർക്ക് ഗോ ആൻഡ് ചെക്കൗട്ട് ചെയ്യാം. ആപ്പിൾ ഇത്തവണ ലാൻഡ്യാർഡുമായിട്ട് വന്നിരുന്നു. സൈഡിലേക്ക് തൂക്കിയിട്ട് നടക്കാൻ കഴിയുന്ന ഒരു സ്ട്രാപ്പുമായിട്ട് വന്നിരുന്നു. അത് കണ്ടപ്പോൾ ഗൂഗിളും ഇതാ സ്ട്രാപ്പുമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ അവർ വന്നിരിക്കുന്നത് ബ്രസ്റ്റ്ലെറ്റുകളുമായിട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളറുകൾ എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. സാംസങ്ങിന്റെ S26 അൾട്രയുടെ ലീക്ക് ഇമേജുകൾ വന്നിട്ടുണ്ട്. കൺഫേംഡ് അല്ല, കാരണം പലരും കേസുകളുടെ ഇമേജുകളെല്ലാം ട്വിറ്ററിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഏകദേശ ലുക്ക് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ന്യൂസ് വരുന്നത് iQOO 15 നിന്നാണ്. iQOO 15ന്റെ ലീക്ക് ഇമേജുകൾ വന്നിട്ടുണ്ട്. ഇത്തവണ ക്യാമറ ഇംപ്രൂവ്മെന്റുകൾ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പാനൽ വരാൻ പോകുന്നത് ചേഞ്ചിങ് ബാക്ക് പാനലുകളായിരിക്കും. കളർ ചേഞ്ചിങ് ആണ്, അല്ലാണ്ട് ബാക്ക് പാനൽ ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നല്ല പറഞ്ഞത്. DJI തങ്ങളുടെ പുതിയ മിനി 5 Pro എന്ന ഡ്രോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ചിന്റെ സെൻസറാണ് വരാൻ പോകുന്നത്.
അതോടൊപ്പം തന്നെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ വീഡിയോസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് റൊട്ടേറ്റബിൾ ആയിട്ടുള്ള ക്യാമറയാണ് വരുന്നത്. ഗിംബലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 249 ഗ്രാമിന് താഴെ വരുന്ന ഈ ഡ്രോൺ വളരെ നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഡ്രോൺ പറത്തുന്നത് ഇല്ലീഗലാണ്. അതുകൊണ്ട് തന്നെ വലിയ എമൗണ്ട് ഓഫ് ഫൈൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാവരും പറത്തുന്ന സമയത്തൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രം പറത്തുക. കാരണം കളിപ്പാട്ട ഡ്രോൺ പറത്തിയതിന് തന്നെ ഇപ്പോൾ അടുത്ത് ഒരാൾക്ക് 5 ലക്ഷം രൂപ ഫൈൻ കിട്ടിയതിൻ്റെ ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. അടുത്ത ന്യൂസ് വരുന്നത് ഷവോമിയിൽ നിന്നാണ്. ഷവോമി തങ്ങളുടെ 17 Pro സീരീസുമായിട്ട് വരുന്നു. ബാക്കിൽ ഡിസ്പ്ലേ ആയിട്ടാണ് ഈ സീരീസ് വരുന്നത്. ഈ ഡിസൈൻ കാണുന്ന സമയത്ത് പലരും പറയും iPhone 17 Proയെ കോപ്പി അടിച്ചതാണ് എന്ന്. പക്ഷേ ഷവോമി തന്നെയാണ് ഈ ഡിസൈനുകളുമായിട്ട് ആദ്യം വന്നിട്ടുള്ളത്. ഷവോമി 11 Ultra എന്ന് പറയുന്ന വേരിയന്റിൽ വന്നിരുന്ന സെയിം ഡിസൈൻ തന്നെയാണ് അതിലും ഡിസ്പ്ലേ വന്നിരുന്നു. അത് ഡിസ്പ്ലേ കുറച്ച് വലുതാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവർ തന്നെ ഇത്തവണ പാഡ് 8 Pro എന്ന് പറയുന്ന 2 ടാബ്ലറ്റുകളുമായിട്ട് വരുന്നുണ്ട്. ഈ പാഡ് 8 Proയിൽ ബ്ലാക്ക് വിത്ത് വൂക്കോങ് എല്ലാം സപ്പോർട്ട് ചെയ്യും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പിന്നെ അടുത്ത ന്യൂസ് വരുന്നത് വീണ്ടും ഷവോമിയിൽ നിന്ന് തന്നെയാണ്. ഷവോമി തങ്ങളുടെ 15T എന്ന് പറയുന്ന വേരിയന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ വരുന്ന 24-ാം തീയതി സെപ്റ്റംബർ 24-ാം തീയതിയാണ് ലോഞ്ച് വെച്ചിട്ടുള്ളത്. അതിൽ ലൈക്കയുമായിട്ടുള്ള കൊളാബറേഷനിൽ വരുന്ന ക്യാമറ ആയതുകൊണ്ട് തന്നെ ഒരു 5x ഒപ്റ്റിക്കൽ നിന്ന് ടെലിഫോട്ടോ ലെൻസ് വരുന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. വാർത്തയല്ല, അത് ഏകദേശം കൺഫേംഡ് ആണ്. കാരണം അവരുടെ പേജുകളിൽ തന്നെയാണ് അത് നൽകിയിട്ടുള്ളത്. റെഡ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ റെഡ്മി പാഡ് 2 എന്ന് പറയുന്ന പുതിയ ഒരു ബഡ്ജറ്റ് ടാബ് വരാൻ പോവുകയാണ്. സ്നാപ്ഡ്രാഗന്റെ 7S Gen 3യും അതുപോലെ തന്നെ 12000 mAh ബാറ്ററിയൊക്കെ ആയിട്ടായിരിക്കും ഇത്തവണ ടാബ് വരാൻ പോകുന്നത്. എന്നാണ് ലോഞ്ച് എന്നുള്ളതിനെ കുറിച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻസും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം നത്തിങ് തങ്ങളുടെ പുതിയ ബഡ്സ് 3 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. പ്രൈസ് വരുന്നത് $179 ആണ്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊന്നും ലഭ്യമല്ല. പക്ഷേ മിക്കവാറും വൈകാതെ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ വരുന്ന 29-ാം തീയതി നത്തിങ്ങിന്റെ തന്നെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള CMF അവരുടെ ഓവർ ദ ഹിയർ ഹെഡ്ഫോൺസുമായിട്ട് വരുന്നുണ്ട്. ആ ഹെഡ്ഫോൺസിന്റെ കൂടെ തന്നെ വാച്ചുകളും ബാൻഡും അവർ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഹെഡ്ഫോൺസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള കുഷ്യൻസ് ആണ്, ട്വിസ്റ്റ് ആൻഡ് ഇന്റർചേഞ്ചബിൾ കുഷ്യൻസ് ആണ് വരുന്നത്. കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒരുപാടുള്ള മോഡലായിരിക്കും CMFന്റെ കേസിൽ വരിക എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. നത്തിങ് $200 മില്യൺ ഫണ്ട് റൈസിംഗ് നടത്തിയിട്ടുണ്ട്. ഏകദേശം കമ്പനിയുടെ വാല്യുവേഷൻ വെറും $1.3 ബില്യൺ ഉള്ള സമയത്താണ് ഇവർ $200 മില്യൺ ഫണ്ട് റൈസിംഗ് നടത്തിയിട്ടുള്ളത്. അവർ പറയുന്നത് അടുത്ത വർഷം ഫസ്റ്റിൽ അവർ പുതിയ AI മോഡലുകളുമായിട്ട് വരും എന്നാണ്. ലെറ്റ്സ് സീ എന്ത് സംഭവിക്കുന്നത്. കാൾപ്പയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ കാര്യത്തിൽ മാത്രമേ കാൾപ്പയെ പറ്റാത്തതുള്ളൂ. അദ്ദേഹം എന്നെ ട്വിറ്ററിൽ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്തിനാണ് ബ്ലോക്ക് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. വിവോ X300 സീരീസിന്റെ ഒഫീഷ്യൽ ഇമേജുകൾ വന്നിട്ടുണ്ട്. X300ന്റെയും X300 Proയുടെയും ഇമേജുകളാണ് വന്നിട്ടുള്ളത്. ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോണാണ്. കഴിഞ്ഞ തവണത്തിൽ നിന്ന് വലിയ ഡിസൈൻ ചേഞ്ചുകളോ കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല എന്നാണ് കാണുന്നത്. ഈ വരുന്ന നവംബറിൽ മിക്കവാറും സാംസങ് തങ്ങളുടെ ഗാലക്സി ട്രൈഫോൾഡ് ഫോണുമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് $3000 ഒക്കെയാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് 3 ലക്ഷം 3.5 ലക്ഷം രൂപയൊക്കെ വില വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഇനീഷ്യൽ ഫേസിൽ ആകെ US മാത്രമായിരിക്കും ലോഞ്ച് ഉണ്ടായിരിക്കുക. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെച്ച് നടന്ന ഇവന്റിൽ മെറ്റ പുതിയ ഗ്ലാസുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഔട്ട്ലേ റെയ്ബാൻ എന്ന കമ്പനികളുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഗ്ലാസുകൾ വരുന്നത്. അതിൽ തന്നെ എന്നെ ഇംപ്രസ് ചെയ്യിപ്പിച്ചത് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഉള്ള റെയ്ബാൻ ഗ്ലാസ് ആണ്. അതിന് വില വരുന്നത് $799 ആണ്. ഇനീഷ്യലി അത് അമേരിക്കയിൽ തന്നെ ആയിരിക്കും ലഭ്യമായിരിക്കുക. ഇന്ത്യയിലേക്ക് അടുത്ത വർഷം ഫസ്റ്റിലായിരിക്കും വരാനുള്ള സാധ്യത. പ്രൈവസിയുടെ കൺസേൺ വെച്ചിട്ട് ഇന്ത്യയിൽ പെർമിഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി AI കുറിച്ച് പറയുകയാണെങ്കിൽ NVIDIAയും ഇന്റലും കൂടെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു AI മോഡൽ വരാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് 2 കമ്പനികളും തമ്മിൽ ധാരണയിലെത്തി എന്നാണ് റൂമറുകൾ പറയുന്നത്. അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇതുവരെ ഔട്ട് ആയിട്ടില്ല. അടുത്ത ന്യൂസ് വരുന്നത് ഗൂഗിളിൽ നിന്നാണ്. ഗൂഗിളിന്റെ Gemini 2.5 ഇന്റർനാഷണൽ പോളിഗേറ്റ് പ്രോഗ്രാമിംഗ് കോൺടെസ്റ്റിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്തു എന്ന ന്യൂസാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഗൂഗിൾ തങ്ങളുടെ പുതിയ AI എഡ്ജ് ഗാലറി എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഗിറ്റ്ഹബിൽ നിന്ന് സോഴ്സ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് AI ടൂളുകൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവസാനത്തെ ന്യൂസ് എന്ന് പറയുന്നത് AOL തങ്ങളുടെ ഡയലപ്പ് സംവിധാനങ്ങളെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ വീടുകളിലൊക്കെ ആദ്യത്തിൽ ഡയലപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ DSLലേക്ക് മാറി. അതിനുശേഷം ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല ഹൈ സ്പീഡ് കണക്ടിവിറ്റി ഉള്ള കാലത്ത് ഡയലപ്പ് പോലുള്ള ഒരു ലോ സ്പീഡ് കണക്ടിവിറ്റി തീരെ ഫ്യൂച്ചറിസ്റ്റിക് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വരുന്ന സെപ്റ്റംബർ 30-ാം തീയതിയോടുകൂടി
AOLന്റെ ഡയലപ്പ് സംവിധാനങ്ങൾ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ ടെക് ന്യൂസ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.